അതുപോലെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്, പക്ഷേ തനി എടുക്കാൻ ഒരു പേടി. നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ആ ഒരു ക്ലാസ്സിലൂടെ ഒരുപാട് ട്രിക്കും ടിപ്സുകളും ഞാൻ അതിനകത്തൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻറ്റോട് കൂടി ഏത് റോഡിലും എവിടെയും പേടി കൂടാതെ നിങ്ങൾക്ക് ഒരു വാഹനം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഒരു കയറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനത്തിന്റെ കാർ ക്ലച്ച് കൃത്യം മനസ്സിലാക്കി ഒരു വാഹനം ഓഫ് ആകാതെ മുൻപോട്ട് എടുക്കാൻ പലർക്കും അറിയില്ല. അപ്പൊ അതിനെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോ. ഇത് നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ബോക്സിൽ വന്നൊരു കമന്റ് വന്ന് കണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കും ഇതുപോലെ പ്രയാസമാണ്, ഒരു കയറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനം എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കാർ ക്ലച്ച് മനസ്സിലാക്കി എടുക്കാൻ അറിയില്ല, വാഹനം ഓഫായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഇനി വേറൊരു വീഡിയോ കാണേണ്ടതില്ല. അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കറക്റ്റായിട്ട് ഒരു നിരപ്പത്താണേലും ഒരു കയറ്റത്താണേലും വലിയ കയറ്റത്താണേലും എങ്ങനെയാണ് കൃത്യമായിട്ട് എടുക്കുന്നതെന്ന് ഞാൻ എടുത്ത് തന്നെ നിങ്ങളത് കാണിച്ചു തരുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ. ഇതുപോലെ പലരും ലൈസൻസ് എടുത്ത് വാഹനം വീട്ടിലുണ്ടായിട്ട് പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ സീറ്റുകൾ കൃത്യമാക്കിയാണ്. ഞാൻ ഈ ഒരു കാര്യം എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു നിരപ്പത്തെടുക്കുന്ന ആ ഒരു ഫീലിങ്ങിലല്ല നമ്മൾ കയറ്റത്തിൽ എടുക്കുന്ന സമയത്ത്. കാരണം കറക്റ്റായിട്ട് നമുക്ക് എത്തണമെന്നില്ല. ഒരു ഇറക്കവും അതുപോലെ നിരപ്പും നമുക്ക് അത്രയും പോരാ നമ്മുടെ കാല് കറക്റ്റായിട്ട് ക്ലച്ചിലും ബ്രേക്കിലും ഒക്കെ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിയറിംഗിലും ബ്രേക്കിലും ചവിട്ടിക്കൊണ്ട് നമ്മുടെ സീറ്റ് ക്ലിയർ ആക്കിയതിനു ശേഷം നമുക്ക് കറക്റ്റായിട്ട് എത്തുമോ. കാരണം നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തെറിച്ച് പോകാം. ആ കാല് കറക്റ്റായിട്ട് നമ്മൾ തുടക്കക്കാരാകുമ്പോൾ തെറിച്ച് പോകുന്നുണ്ട്, വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് സീറ്റ് ക്ലിയർ ആക്കി വെക്കുക. ഞാനിപ്പോൾ എല്ലാം എന്റെ സീറ്റും കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി വാഹനം സ്റ്റാർട്ട് ചെയ്യാണ്. വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ക്ലച്ച് നല്ല പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കുകയാണ്. ഉറപ്പ് വരുത്തണം നമ്മൾ കയറ്റത്തു നിന്നാണ് എടുക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു വണ്ടി എടുക്കുന്ന വണ്ടിയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ എടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ഞാനിപ്പം ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. അതിനുശേഷം ഹാൻഡ് ബ്രേക്കും മാറ്റിയപ്പോൾ ഇപ്പൊ എന്റെ കാലിരിക്കുന്നത് ക്ലച്ചിലും ബ്രേക്കിലുമാണ്. ഇപ്പൊ ക്ലച്ചിൽ കാല് വെച്ചിരിക്കുന്നതിന് നമ്മൾ ഗിയർ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഞാനിപ്പോ മെല്ലെ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാലെടുക്കുകയാണ്. നമുക്കിപ്പോ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാഫ് ക്ലച്ച് എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒരു കയറ്റത്തിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുകയാണെന്നാണ് നമ്മൾ ഈ വീഡിയോ. അപ്പൊ നമ്മളിങ്ങനെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ഇത് കണ്ടേ, നമ്മളിപ്പോ തുടക്കത്തിൽ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒരു വിറയലോ ഒന്നുമില്ല. ഞാനിപ്പോ മെല്ലെ ക്ലച്ചിൽ നിന്നും കാലിങ്ങനെ വലിക്കുകയാണ്. ബ്രേക്കിൽ തന്നെ എന്റെ കാലിരിപ്പുണ്ട്, ക്ലച്ചിൽ നിന്നും എല്ലാ കാര്യം ഞാൻ. അപ്പൊ അതിന് മുമ്പാണ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു കയറ്റം തന്നെയാണ് കിടക്കുന്നത്. ഇത് കണ്ടില്ലേ, ഒരു കയറ്റം തന്നെയാണ് കിടക്കുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം എന്റെ ബ്രേക്കിൽ നിന്ന് ഞാൻ കാലെന്ന് മാറ്റുകയാണ്. ഈ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്ന വാഹനം എങ്ങോട്ട് പോകുന്നുണ്ട് കണ്ട, ബാക്കിലേക്ക് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കാണിച്ചത്. ഇപ്പൊ ഞാൻ ബ്രേക്കിൽ വീണ്ടും കാല് വെച്ചു. ഞാൻ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഞാനിപ്പോ കാലെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാലെടുക്കുന്ന സമയത്ത് ഇത് കണ്ടില്ല, ചെറുതായിട്ട് ഇവിടെ ഒരു വൈബ്രേഷൻ വരുന്നതാണ്. ഞാനിപ്പം ഈ മൊബൈലിലാണ് എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്കത് കാണാൻ എത്രമാത്രം കാണാമെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടില്ലേ, ഒരു ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. ഈ വൈബ്രേഷൻ വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിൽ നിന്ന് മാറ്റരുത്. കാരണം തുടക്കമായതുകൊണ്ട് ബാക്കിലേക്ക് തന്നെ വാഹനം ഇങ്ങനെ പോകാം. കണ്ട, ബാക്കിലേക്ക് തന്നെ പോകാം. ചെറുതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ എടുക്കരുത്. ഈ ക്ലച്ചിൽ നിന്ന് മെല്ലെ ഇങ്ങനെ കാലെടുക്കുന്ന സമയത്ത് വൈബ്രേഷൻ കൂടി വരാം. ഇത് കണ്ടില്ലേ, ഒരുപാട് കൂടുന്നിടം വരെ നിൽക്കരുത്. അപ്പൊ ആ മുമ്പത്തേക്കാളും ഒരു വൈബ്രേഷൻ ഇപ്പൊ എന്തെങ്കിലും പിന്നെ കൂടിയിട്ടുണ്ട്. കണ്ട, ഈ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം കാഫ് ക്ലച്ച് ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബ്രേക്കിൽ നിന്നും കാല് മാറ്റുക. ആ സമയത്ത് ബ്രേക്കിൽ നിന്ന് കാല് മാറുന്നുണ്ട്, നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി അവിടെ കാഫ് ക്ലച്ചിൽ തന്നെ നിൽക്കണം. ഇത് കണ്ടില്ല, എന്റെ വണ്ടി ഇപ്പൊ അനങ്ങുന്ന പോലും ഇല്ല. നിങ്ങൾ നോക്കിയേ, ഇത് കണ്ട, അവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ എനിക്ക് വണ്ടി ഞാൻ ക്ലച്ചിൽ നിന്ന് മേലോട്ട് കാലെടുത്തിട്ടില്ല, പക്ഷെ ഇവിടെ വേറെയിലായിട്ട് നിപ്പുണ്ട്. കാരണം ഞാൻ ഇപ്പം ക്ലച്ചിൽ നിന്ന് കാലെടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇടിച്ച് ഓഫായി പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഞാൻ ഈ വൈബ്രേഷൻ ആക്സിലേറ്റർ സ്വല്പം കൊടുക്കുകയാണ്. കണ്ട, ഈ ആക്സിലേറ്റർ പതിയെ വെച്ചപ്പോൾ ഇവിടുത്തെ വൈബ്രേഷൻ മാറിയിട്ടുണ്ട്. ഈ ആക്സിലേറ്റർ പതിയെ വെച്ചിട്ടുള്ളൂ, നമ്മൾ റേസ് ചെയ്തിട്ടില്ല. ആ വൈബ്രേഷൻ വന്നപ്പോൾ ആ വൈബ്രേഷൻ ഞാൻ അതിന് മാറ്റാൻ വേണ്ടിയിട്ട് ആക്സിലേറ്റർ സ്വല്പം കൊടുത്തു. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധിച്ച്, ഇവിടെ ആ വൈബ്രേഷൻ ഇല്ല. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക. ഇത് കണ്ടല്ലേ, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വാഹനം മുൻപോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഡോർ അടയാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കയറ്റത്ത് കിടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഡോർ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് അടയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരു സാധനം വെച്ചിട്ടുണ്ടോന്നുകൊണ്ടാണ് ഇത് അടയാത്തത്. ഇപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും കാഫ് ക്ലച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും നമുക്കറിയാം
ഈ ഗിയർ കിടന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ലച്ചിന് താഴെ 0, മേളിൽ 100, താഴെ 0, മേളിൽ 100. അപ്പൊ നമുക്ക് താഴെ നിന്ന് വാഹനം എടുക്കുന്ന സമയത്തേ നമുക്ക് ക്ലച്ച് തുടങ്ങുന്നില്ല. അവിടെ എല്ലാം ഒരു പ്ലേ ആണ്. നമ്മുടെ ക്ലച്ചിന് പ്ലേ ഉണ്ട്, അതുപോലെ തന്നെ ബ്രേക്കിന് പ്ലേ ഉണ്ട്, ആക്സിലറേറ്ററിന് പ്ലേ ഉണ്ട്, സ്റ്റിയറിംഗിന് പ്ലേ ഉണ്ട്, ഗിയറിന് പ്ലേ ഉണ്ട്. ഇതിനെല്ലാം നമുക്ക് വാഹനം ഓടിക്കുന്ന എല്ലാത്തിനും എന്തുണ്ട്, പ്ലേ ഉണ്ട്. അപ്പൊ നമ്മളൊരു വാഹനം നമ്മൾ ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന സമയത്തും അവിടെ താഴെ പ്ലേ ആണ്. ഈ കാഫ് ക്ലച്ച് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം പകുതി വരുന്ന സമയത്താണെന്ന് അറിയാം. പക്ഷെ ഈ പകുതി കൃത്യമായിട്ട് തുടക്കക്കാർ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് വാഹനം നമ്മൾ പ്രത്യേകിച്ച് കയറ്റത്ത് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യും, വാഹനം ബാക്കിലേക്ക് പോകല്ലോ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച് എന്ത് ചെയ്യും, പലരും മുൻപോട്ട് പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നുണ്ടാണ് ആ കാഫ് ക്ലച്ച് മനസ്സിലാകാത്തത്. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് മാറ്റിയിട്ട് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്ത് നിങ്ങൾക്ക് ഈ വൈബ്രേഷൻ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാകണം ഇത് കാഫ് ക്ലച്ചിലായി എന്ന്. പഴയ വാഹനങ്ങളൊക്കെ ആവുന്ന സമയത്ത് കുറവൊക്കെ ആയ കാരണത്താൽ വൈബ്രേഷൻ കൂടുതലായിരിക്കും. അപ്പൊ നമ്മളൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, ക്ലച്ച് നിങ്ങൾ ആ വൈബ്രേഷൻ വരുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ചിൽ നിന്ന് വീണ്ടും എടുക്കാൻ ശ്രമിക്കരുത്. ആക്സിലറേറ്റർ ചെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാവും. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന സമയത്ത് വൈബ്രേഷൻ കൂടി വരാനുള്ള കാരണം നല്ലൊരു കയറ്റമായിട്ടായിരിക്കും. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് കറക്റ്റ് ആയിട്ടുള്ള വൈബ്രേഷൻ ആകാതെ, അതായത് ആ കാഫ് ക്ലച്ച് ആകാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ബ്രേക്കിൽ നിന്ന് മാറ്റരുത്. അപ്പൊ ഈ വൈബ്രേഷൻ വരുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ തന്നെ സ്റ്റിൽ ചെയ്ത് വെക്കണം. ക്ലച്ചിന്റെ കാല് സ്റ്റിൽ ചെയ്ത് തന്നെ വെക്കുക. ബ്രേക്കിൽ നിന്ന് പതിയെ മാറ്റുക. കണ്ടില്ലേ, ബ്രേക്കിൽ നിന്ന് മാറുമ്പോഴത്തന്നെ അവിടെ വൈബ്രേഷൻ വീണ്ടും നമ്മൾ ബ്രേക്കിൽ നിന്ന് മാറുമ്പോഴും വൈബ്രേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് നല്ല കയറ്റമായിരിക്കും. അപ്പൊ പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ആക്സിലറേറ്റർ ചെല്ലാതെ, ആക്സിലറേറ്റർ കാല് വെക്കാതെ ക്ലച്ചിൽ നിന്നും കാലെടുക്കരുത്. ആക്സിലറേറ്ററിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ നിരപ്പത്ത് തന്നെ നമുക്കറിയാം ഫസ്റ്റ് ഗിയറിൽ അങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ എത്ര സ്പീഡ് ഉണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പം എത്ര നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്താലും ഫസ്റ്റ് ഗിയറിൽ ആക്സിലറേറ്റർ ഫുള്ള് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇത്രയും സ്പീഡിൽ പോകത്തുള്ളൂ നമുക്കറിയാം. അപ്പൊ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ആക്സിലറേറ്റർ കാല് കൊടുക്കുന്ന സമയത്ത് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ സ്വല്പം ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് റേസ് ചെയ്തോണ്ട ഈ ഒരു രീതിയിൽ ഇങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പതിയെ ആക്സിലറേറ്റർ വെച്ചാൽ മതി. ഒരു 2-3 പേപ്പറിന്റെ കനത്തിനനുസരിച്ച് മാത്രം ചെറിയൊരു ടച്ചിങ് മാത്രം കൊടുക്കാം, വൈബ്രേഷൻ മാറത്തക്ക പോലെ. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, കറക്റ്റായിട്ട് ഏത് കയറ്റത്തു നിന്നും നമുക്ക് കൃത്യമായിട്ട് ഒരു വാഹനം ഓഫ് ആകാതെ തന്നെ കറക്റ്റായിട്ട് മുൻപോട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അതിനൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് ഒന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് ഈ ഒരു ചാനലിൽ. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും വന്ന് ചോദിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു. പക്ഷെ തനി എടുക്കാൻ ഒരു പേടി അങ്ങനെയുള്ളവരാണ്, ഒരു കോൺഫിഡൻറ്റ് ഇല്ല, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ആ ഒരു ക്ലാസ്സിലൂടെ ഒരുപാട് ട്രിക്കും ടിപ്സുകളും ഞാൻ അതിനകത്തൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻറ്റോട് കൂടി ഏത് റോഡിലും എവിടെയും പേടി കൂടാതെ നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളാണ് കമന്റ് ബോക്സിൽ അറിയുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.